ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ മോന്റെ കേസ് ഒന്ന് തെളിഞ്ഞാ മതിയായിരുന്നു. അതെ ഗീത. ഹലോ കൺട്രോൾ റൂം, ഇവിടെ ജോർജ് ഊട്ടിയും കുടുംബവും ഇല്ല. ജോർജ് ഊട്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നുള്ള എന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അപ്പാപ്പ കിട്ടണം. ആ ഗീത, എന്നാ ഞാൻ കട വരെ പോയിട്ട് വരട്ടെ. എന്തിന്? അപ്പാപ്പം മേടിക്കണ്ട. അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരുമില്ല. അതാ ഗീത ഞാൻ പറഞ്ഞത്, നമുക്ക് വീട് വരെ പോയിട്ട് വരാമെന്ന്. പോയി കോളിമ്പലും ഞെക്കണ്ടേ? ഓരോ കോളിമ്പലും ഞെക്കുമ്പോഴും എന്റെ മകൻ വരുണിന്റെ ശബ്ദമായിട്ടാണ് എന്റെ കാതുകളിൽ വന്ന് പതിക്കുന്നത്. വേണ്ട, ഇപ്പൊ വീട്ടിൽ പോകണ്ട. എനിക്കറിയാം ഗീത നീ അത് പറയുന്നു. അതുകൊണ്ട് ഞാൻ കോളിമ്പൽ ഇളക്കി പോക്കറ്റ് വെച്ചിട്ട് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞെക്കാനേ. ആ ജോർജ് ഊട്ടിനെ ഞാൻ എന്റെ കൈ കിട്ടിയാ എന്റെ കൈയുടെ ചൂട് അവനറിയും. ഗീത, അത് ജോർജ് കുട്ടിയാണ്, അല്ല നിന്റെ കൈയുടെ ചൂടറിയാൻ കിഴങ്ങൻ ഭർത്താവല്ല. ഞാൻ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഗീത? ഒരു കാര്യം ചെയ്, ഫിഗറേ ശരിയല്ല, ആ സിദ്ദിഖിന്റെ ശബ്ദമെങ്കിലും ഒന്ന് പോയി പഠി. തോളിലെ നക്ഷത്രത്തിന്റെ തിളക്കവും അധികാരത്തിന്റെ ഗർഭവും. അധികാരത്തിന്റെ ഗർഭവും? ഗീത, ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ മകൻ വരുണ ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്താലോ? എന്ത് ട്രൈ ചെയ്താ നടന്ന് ഞാൻ ട്രൈ